സുഹൃത്തുക്കളെ, വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ 10-60 ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, ജനോപകാരപ്രദമായ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വഴി ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പരമാവധി ഷെയർ ചെയ്യണം. ആദ്യത്തെ ഏറ്റവും ജനോപകാരപ്രദമായ ഒരു മാറ്റം ഉണ്ടായത് KSRTCയിൽ ശമ്പളം മുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുടങ്ങാതിരുന്ന ശമ്പളം മുടങ്ങി. കാരണം KSRTCയിൽ ഈ താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്ക് ഒരു മാസത്തിൽ 2 തവണയായിട്ട് കിട്ടുക. ശമ്പളം 20,000 രൂപയാണെങ്കിൽ 10,000 ആദ്യ ആഴ്ചയിലും അടുത്ത 10,000 ആ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലാണ് കിട്ടുക. 2 ഗഡുക്കളായിട്ടാണ് കിട്ടുക. എന്നാൽ അവർക്ക് ആദ്യ ഗഡുവായിട്ടുള്ള 10,000-ലെ വെറും 5,000 മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് ശമ്പളം മുടങ്ങി. രണ്ടാമത്തെ ഒരു വലിയ മുടക്കെന്ന് പറയുന്നത് പ്രവാസി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പ്രവാസി ക്ഷേമ പെൻഷൻ അത് മുടങ്ങി. മൂന്നാമത്തെ ഒരു ഗംഭീര പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്കണവാടി ഫണ്ടുകളായിരുന്നു. അങ്കണവാടി കോഴിമുട്ടയും പോഷകാഹാരവും മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫണ്ട് അതും മുടങ്ങി. 4 ചികിത്സാ സഹായ പദ്ധതികളും മറ്റുമുണ്ട്. അതും ഏകദേശം മുടങ്ങിക്കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പണം കൊടുക്കേണ്ടതുണ്ട്. അത് മുടങ്ങി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവിനൊക്കെ കൊടുക്കേണ്ട പണം ഇല്ലാണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സംഗതി. അടുത്തത് ഈ കൈത്തറി യൂണിഫോം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് സ്കൂളുകളിൽ. 5ാമത്തെ കാര്യമാണ് കേട്ടോ, കൈത്തറി യൂണിഫോം. അങ്ങനെ കൈത്തറി യൂണിഫോം ധരിച്ച് പിള്ളേർ പോകും. അതിൻ്റെ ഭാഗമായിട്ട് ഈ കൈത്തറി ജോലി ഏർപ്പെടുന്ന ആളുകൾക്കെല്ലാം ഗവൺമെൻറ് നൽകുന്ന ഒരു സഹായമാണത്, ഒരു പരോക്ഷ സഹായമാണ്. അതും മുടങ്ങി. ഏറ്റവും ഗംഭീരമായിട്ടുള്ള മുടക്കെന്ന് പറയുന്നത് നമ്മൾ ദിവസവും അനുഭവിക്കുന്ന കരണ്ടാണ്. എപ്പോഴാണ് ഈ സാധനം പോവാന്നറിയില്ല. എപ്പോൾ വേണമെങ്കിലും പോവാം. കരണ്ട് കട്ട് എന്തൊരു അഭിമാനമുള്ള സംഗതിയാണെന്ന് ആലോചിക്കുക അല്ലേ? എത്ര പെട്ടെന്നാണ് കറണ്ട് പോകുന്നത്. അങ്ങനെ വൈദ്യുതി കട്ടും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല മരുന്നുകളും, ഈവൻ ഹോസ്പിറ്റലുകളിൽ സ്റ്റോക്ക് ഉണ്ടാവേണ്ട പല മരുന്നുകളും ഇപ്പോൾ സ്റ്റോക്കുകളില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മെഡിക്കൽ ഷോപ്പുകാർ ഭയങ്കര ആഹ്ലാദത്തിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിപ്പോയായിരുന്നു ഈ പ്രൈവറ്റ് ആൾക്കാരൊക്കെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളും മറ്റൊക്കെ വി ഡി സതീശൻ മേനോൻ അദ്ദേഹത്തെ വിട്ടേക്കാം, കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാവുന്ന എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? ഇങ്ങനെ കുറേ ഗുണമുണ്ട്. ഏറ്റവും ഗംഭീരമായിട്ട് വയനാട് ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൻ്റെ വർക്ക് ഏകദേശം നിന്നു എന്നാണ് കേട്ടത്. ഇപ്പോൾ അത് തുടരുന്നുണ്ട് എന്നുള്ള കാര്യം വയനാട്ടുകാർ തന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഇനി അടുത്തത്, പിണറായി വിജയൻ കൊടുത്തുകൊണ്ടിരുന്നു 2,000 രൂപ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു. അത് നിർത്തി, കൊടുക്കൂല എന്ന് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഒരു 9 മുടക്കങ്ങളാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട്, കോൺഗ്രസ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അഭിമാനകരമായ കാര്യങ്ങളാണ് അല്ലേ? എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് വൈദ്യുതി? എന്തിനാണ് ഇങ്ങനെ വെറുതെ പണം ആവശ്യമില്ലാതെ ആൾക്കാർക്ക് കൊടുക്കുന്നത്? അപ്പോൾ അഭിമാനകരമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ബൈ.